ഈ കടൽ അപകടങ്ങൾ ഒരു ഒരു നിത്യ സംഭവം പോലെയാണ് നമ്മുടെ കേരളത്തിലെ കടലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് 2017 ഓഖി ചുഴലിക്കാറ്റടിച്ചപ്പോൾ നമ്മുടെ സംവിധാനങ്ങളുടെ, പ്രത്യേകിച്ച് കാലാവസ്ഥാ മുന്നറിയിപ്പ്, ദുരന്ത നിവാരണ സംവിധാനങ്ങളുടെയൊക്കെ കെടുകാര്യസ്ഥത നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതാണ് കൃത്യവും വളരെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്രയിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഓഖി സമയത്ത് നമ്മൾ എവിടെയായിരുന്നു ആ അവസ്ഥയിൽ തന്നെയാണ്. ഈ 2026 ജൂലൈ മാസം 31 കടൽ പ്രക്ഷുബ്ധമായപ്പോൾ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ടായില്ല. അതിൻ്റെ ഫലമാണ് കൊല്ലത്ത്, തിരുവനന്തപുരത്ത്, മുതലപ്പുഴയിൽ, വിഴിഞ്ഞത്ത് ഒക്കെ മരണങ്ങൾ സംഭവിച്ചത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മരണങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾ വേണ്ടത്ര ശ്രദ്ധയും ജാഗ്രതയും കാണിക്കാത്തതുകൊണ്ടാണ് അടിക്കടി ഈ അപകടങ്ങളും മരണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുതലപ്പുഴയിൽ ഇതിനകം 80-ലധികം മരണങ്ങളും അതോടൊപ്പം ധാരാളം അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യം ഇവിടുത്തെ ഭരണാധികാരികൾക്കും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്കുമൊക്കെ കൃത്യമായിട്ട് അറിയാം. ഈ വർഷകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ജൂൺ മാസം 10 ഞാൻ നേരിട്ട് നമ്മുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തിനൊരു നിവേദനം കൊടുത്തിരുന്നു. അതിനകത്ത് 16 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. വളരെ കൃത്യതയോടുകൂടിയാണ് ചെയ്തത്. കാരണം ഈ വർഷവും ഇത്തരം അപകടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുതെന്ന് കരുതിക്കൊണ്ട് തന്നെ അതിനകത്ത് 10ാമതായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്: ഈ മുതലപ്പുഴയിൽ വർഷകാലം പ്രക്ഷുബ്ധമാകുമ്പോൾ അവിടെ സുരക്ഷാ പ്രവർത്തനങ്ങൾക്ക് നല്ല നൈപുണ്യമുള്ള വ്യക്തികളുടെ ഒരു സ്ക്വാഡ് നിയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഏതോ മത്സ്യത്തൊഴിലാളികളുടെയൊക്കെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ അപകടം സംഭവിക്കുന്ന സന്ദർഭത്തിൽ ഒരു മേൽനോട്ട സംവിധാനം ഉണ്ടായിരുന്നില്ല, രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു വളരെ സുപ്രധാനമായ കാര്യം ഇതാണ്: അവിടെ വേണ്ടത്ര ലൈറ്റ് സംവിധാനമില്ല. അതുകൊണ്ട് അത്യാവശ്യത്തിന് ലൈറ്റെങ്കിലും അവിടെ വയ്ക്കണമെന്ന് പറഞ്ഞു. അക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടായില്ല. ഇനി ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, സ്പീഡ് ബോട്ട്, അതുപോലുള്ള കാര്യങ്ങൾ. ഈ അപകടം സംഭവിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളൊക്കെ വിഴിഞ്ഞം മറൈൻ പോലീസിൽ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ മറൈൻ ബോട്ടിൽ ആവശ്യത്തിന് ഡീസൽ പോലും ഇല്ലായിരുന്നു. ഇതാണ് കടലും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വളരെ പരിതാപകരമായ അവസ്ഥ. അതിൻ്റെ ഫലമായി ഇപ്പോഴും ഒരാഴ്ചയായിട്ടും സഹോദരൻ ഷിജിൻ്റെയും അതോടൊപ്പം സഹോദരൻ ആൻ്റണിയുടെയും മൃതദേഹം ഇതുവരെ കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇത്രയും പുരോഗമിച്ച ലോകത്ത് വളരെ വേഗത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും കണ്ടെത്തൽ സംവിധാനങ്ങളുമൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഏതെങ്കിലും പഴഞ്ചൻ ഹെലികോപ്റ്ററോ, ഈ ഹെലികോപ്റ്ററൊക്കെ ഓഖി സമയത്ത് ഇങ്ങനെ പറന്നു നടന്നു. കടലിൽ മത്സ്യത്തൊഴിലാളികളൊക്കെ അവരുടെ തുണിയൊക്കെ ഉയർത്തി കാണിച്ചെങ്കിലും ഇവരെ കാണാൻ പറ്റിയില്ല. ഫിലിപ്പീൻസിൽ നിന്ന് പോയ കപ്പലുകളാണ് അവരെ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്ങ് മേഖലയിലെയും പുതുക്കുറിച്ചി മേഖലയിലെയും ഒക്കെ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിച്ചിട്ട് അടിയന്തരമായി ചില കാര്യങ്ങൾ ചെയ്യണമെന്നും അതോടൊപ്പം ദീർഘകാലമായി ചില കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മാധ്യമ പ്രവർത്തകരെന്നല്ലേ, 2000 ആരംഭിച്ച ഈ മുതലപ്പുഴി ഇന്നും മരണപ്പുഴിയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2010 സർക്കാർ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ അപകടസ്ഥിതി എന്താണെന്ന് പഠിക്കാനായിട്ട് പൂനെ CWPRS കൊണ്ടൊരു പഠനം നടത്തി. ആ റിപ്പോർട്ടുകൾ 2011 വന്നു. 2011 വന്നതിന് ശേഷം നിർദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്തില്ല.
അതുകൊണ്ട് വീണ്ടും അപകടങ്ങൾ ഒരു തുടർക്കഥയായി വന്നു. തുടർന്ന് 2022 കേരള സർക്കാർ ഉത്തരവിലൂടെ ആ മുതലപ്പുഴയിൽ ഒരു പഠനം നടത്താനായിട്ട് വീണ്ടും CWPRSനെ തന്നെ ചുമതലപ്പെടുത്തി. അവർ 2024 ഈ റിപ്പോർട്ട് പുറത്തുവിട്ടു. പക്ഷേ റിപ്പോർട്ട് പുറത്തുവിട്ടെങ്കിലും മത്സ്യത്തൊഴിലാളികളുമായും അതോടൊപ്പം തന്നെ കടലുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഇത് പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്താണെന്ന് സംസാരിക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല. നമുക്കറിയാം, തിരുവനന്തപുരത്തിൻ്റെ തെക്കേ അറ്റത്ത് കന്യാകുമാരിയിലെ തേങ്ങാപ്പട്ടണം ഫിഷിംഗ് ഹാർബർ ഇതുപോലെ അപകടാവസ്ഥയിലായിരുന്നു. പക്ഷേ തമിഴ്നാട് സർക്കാർ വളരെ ചടുലമായിട്ട് അതിൻ്റെ മൊത്തം ഡിസൈൻ മാറ്റി വളരെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോൾ ഏത് സമയത്തും മത്സ്യത്തൊഴിലാളികൾക്ക് സുഗമമായി പോയി പണി ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ 2024 വന്ന റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ കേരള സർക്കാർ ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തത്, കേന്ദ്ര സർക്കാരിന് കൊടുത്തത് 50 കോടിയുടെ ഒരു പദ്ധതിയാണ്. കേന്ദ്ര സർക്കാരിലെ പുരുഷോത്തം രൂപാല എന്ന് പറയുന്ന ഫിഷറീസ് മന്ത്രിയും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് മന്ത്രിയും ഒക്കെ പറഞ്ഞത് ഇത് അപര്യാപ്തമാണ്, അതുകൊണ്ട് ഇത് റിവൈസ് ചെയ്യാൻ പറഞ്ഞു. ഇതാണ് നമ്മുടെ ഗതി. എന്നിട്ട് ബഹുമാന്യനായ കേന്ദ്ര ഫിഷറീസ് മന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിച്ചപ്പോൾ ഞങ്ങളെയൊക്കെ കണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഇത് കൃത്യമായി ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സർക്കാർ 102 കോടി രൂപയാണ് തരാൻ സമ്മതിച്ചത്. അങ്ങനെ കേരള സർക്കാരിൻ്റെ കൂടെ ഷെയർ വെച്ചിട്ട് 177 കോടി രൂപയുടെ പദ്ധതിയാണ് ഡിസൈൻ ചെയ്തത്. പക്ഷേ ഈ ഡിസൈൻ സംബന്ധിച്ച് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോഴും ആശങ്കയുണ്ട്. ഞങ്ങളൊക്കെ കൃത്യം പറഞ്ഞതാണ്, അത് കൂടുതൽ അപകടം വിളിച്ചു വരുത്തുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ചില ആളുകൾക്കൊക്കെ ചില താല്പര്യങ്ങളുണ്ട്. താല്പര്യം പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ താല്പര്യങ്ങൾ വെച്ച് ഇതിൻ്റെ വസ്തുതകൾ പുറത്തുവിടാതെ അവിടുത്തെ കടൽ ഒഴുക്കിൻ്റെയും മണ്ണ് നീക്കത്തിൻ്റെയും ഗതി പരിശോധിക്കാതെ ഒരു നിർദ്ദേശം വെച്ചാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന മുതലപ്പുഴയിൽ അതിൻ്റെ മുഖത്ത് കടലടിക്കുകയാണ്. അങ്ങനെ അടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സീസണിൽ ഒരു 5-6 അപകടം ഉണ്ടായത്. ആ അപകടത്തിലാണ് 2 വളരെ യുവാക്കളായിട്ടുള്ള, ജീവിതത്തിൽ പ്രതീക്ഷകളുള്ള 2 യുവാക്കളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടത്. ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ സർക്കാരിനാണ്, ഫിഷറീസ് വകുപ്പിനാണ്. ഉത്തരവാദിത്വം നിർവഹിച്ചതിൽ വീഴ്ച വരുത്തിയ ആളുകൾക്കൊക്കെയാണ്. നമ്മൾ രേഖാമൂലം കൊടുത്താണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത് സ്ഥായിയായി ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് 4 നിർദ്ദേശങ്ങൾ വച്ചിട്ടുണ്ട്. ഒന്ന്, CWPRS 2024 പുറത്തുവിട്ട റിപ്പോർട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാക്കണം. 2, ഇതിൻ്റെ വെളിച്ചത്തിൽ തയ്യാറാക്കിയ ഡിസൈൻ ലഭ്യമാക്കണം. 3, ഇതിൻ്റെ DPR പുറത്തുവിടണം. എങ്കിൽ മാത്രമേ ഇതെങ്ങനെ ഈ പണം ചെലവഴിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കൂടുതൽ ദുരന്തങ്ങളും കൂടുതൽ മരണങ്ങളും കൂടുതൽ അപകടങ്ങളും ഉണ്ടാകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചില ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്നത്. ആ രീതിയിൽ കേരളത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മത്സ്യത്തൊഴിലാളികളൊക്കെ ഉണർന്നിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ സംഘടിതമായി ഈ രംഗത്ത് കൃത്യമായി രേഖകൾ പുറത്തു വച്ച് ഇതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞത്, ഈ തേങ്ങാപ്പട്ടണത്ത് ചെയ്ത എഞ്ചിനീയർമാർ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നു. ഇതൊക്കെ ഇന്ന് ലഭ്യമാണ്. ഇതിനകത്തൊരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് പുകമറ സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ്. അതാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ, മത്സ്യത്തൊഴിലാളികളിൽ അമ്മമാർ, മക്കള്. ഈ അഞ്ചുതെങ്ങിൽ മരണപ്പെട്ട ഷിജിൻ്റെ ഭാര്യ വളരെ ചെറുപ്രായമാണ്. അവർ വെള്ളം കുടിച്ചിട്ടില്ല ഇതുവരെ. 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാൻ പറയുന്നത് അവർക്കൊരു തൊഴിൽ കൊടുക്കണം. ഈ മരണപ്പെട്ടവർക്ക് ഒരു തൊഴിൽ നൽകണം. അതോടൊപ്പം തന്നെ ആവശ്യമായ കോമ്പൻസേഷൻ നൽകണം. മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ്, ഇത്തരം കാര്യങ്ങൾ. മത്സ്യത്തൊഴിലാളികളുടെ കാര്യം വരുമ്പോൾ ക്യാബിനറ്റിൽ ഈ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ഈ കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നില്ല. അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കാതിരിക്കുന്നതിന് കാരണം ഇതാണ്. കടലിൻ്റെ ഗതിയും കടലിൻ്റെ പ്രശ്നങ്ങളും അറിയുകയോ ഈ മത്സ്യത്തൊഴിലാളികളെയൊക്കെ ഉൾക്കൊള്ളുകയോ ചെയ്യുന്നൊരവസ്ഥയില്ല. അവരുടെയൊക്കെ ജീവിതം ഇങ്ങനെ എന്തോ കാട് പോലെയാണെന്നുള്ള രീതിയിലാണ് കാണുന്നത്. ആ രീതിയിൽ തുടർന്നും കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, ഈ മത്സ്യം സംസ്ഥാനത്തെ എല്ലാ ആളുകളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ പൊതുസമൂഹവും
പരിസ്ഥിതി പ്രവർത്തകരുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം. പരിഹരിക്കാത്ത പക്ഷം ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലെ മുഴുവൻ ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും.